वीरों की गाथा सुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष्ण और पार्टी बॉय। भारत है ബാൾട്ടി ബോയ്, ഇന്ന് നിന്നെ ഞാൻ വിടില്ലടാ. ബാൾട്ടി ബോയ്, ഞാൻ നിന്നെ ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. 4 ആഴ്ച ഞാൻ ട്രെയിനിങ് എടുക്കുക ക്രിഷ്. നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഓഹോ, എന്ത് ബഹളാണ് നിങ്ങൾ രണ്ടുപേരും? അയ്യോ എന്റെ ട്രീഷ്, പുസ്തകമൊക്കെ പഠിച്ചത് മതി. നീ ആ കത്തി ഇങ്ങെടുത്തേ. പുസ്തകങ്ങളിൽ വാക്കുകളുണ്ട്, അവയ്ക്ക് വാളുകളെക്കാൾ ഒരുപാട് ശക്തിയുമുണ്ട്. ചുമ്മാ. നീ പീർ അലി ഖാൻ എന്ന പേര് കേട്ടിട്ടില്ലേ? പീർ അലി ഖാനോ? ആരത്? 1857 സ്വന്തം കവിതകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സാധാരണക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടി വളരെയധികം പ്രചോദിപ്പിച്ച കവിയായിരുന്നു പീർ അലി ഖാൻ. ഹേയ് സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. 1857 ഒരു രക്തസാക്ഷിയായിരുന്നു പീർ അലി ഖാൻ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നില്ല, ഒരു വ്യാപാരിയായിരുന്നു. പട്നയിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങളുടെ ഒരു കടയായിരുന്നു. ആ കടയിലൂടെ അദ്ദേഹം വ്യാപാരികൾക്കും ഭൂ ഉടമകൾക്കും മത നേതാക്കൾക്കും മാത്രമല്ല, കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ പട്ടാളക്കാർക്കും വെള്ളക്കാർക്കെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പ് നൽകി. ഓ, അതായത് പോരാട്ടത്തിന്റെ സീക്രട്ട് ഓർഗനൈസേഷനോ? എക്സാക്ട്ലി. പീർ അലി ഖാൻ രഹസ്യങ്ങൾ ഒരു പുസ്തകത്തിൽ ഒളിച്ചുവെച്ച് ആളുകൾക്ക് അയച്ചു കൊടുത്തു. അവരെ ആ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് ഗുലാം അബ്ബാസിന് വേണ്ടി, ഇത് കസീറ്റയ്ക്ക് വേണ്ടി. മൗലവി കരീമിന്റെയും മൗലവി മെഹദിയുടെ അടുത്ത് ഞാൻ തന്നെ പോയിക്കോളാം. പീർ സാബ്, ഇവരെല്ലാവരും തന്നെ നിങ്ങളുടെ കടയിൽ വന്നു പോകുന്നവരാണ്. പെട്ടെന്ന് ഇവരെല്ലാം ഒരുമിച്ച് ഈ കടയിലേക്ക് വിളിക്കുകയാണെങ്കിൽ വെള്ളക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ? ഈ രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കാൻ പോവുകയാണ് നന്ദു. അതിൽ പാട്ന പിന്നോട്ട് പോകാൻ പാടില്ല. ആ സമയത്ത് വില്യം ടൈലർ പാട്നയുടെ കമ്മീഷണർ ആയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലൊരു പാർട്ടി നടക്കുമ്പോൾ ഒപ്യം ട്രേഡർ ഡോക്ടർ ലായൽ, വില്യം ടൈലറുടെ ഡെപ്യൂട്ടി ഡോക്ടർ ലായലും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കമ്മീഷണർ ടൈലർ? നമ്മുടെ ഇന്ത്യൻ ശിപ്പായിമാർ നമുക്കെതിരെ വിപ്ലവം നയിക്കാൻ പോവുകയാണെന്ന്. നമ്മുടെ കറുപ്പിന്റെ കച്ചവടത്തെ ഇത് ബാധിക്കില്ല എന്ന് തോന്നുന്നു. നോൺസെൻസ് ഡോക്ടർ ലായൽ. അവരെ നോക്കൂ. ഈ പട്ടികൾ അവരുടെ യജമാനന്മാരെ ആക്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് കുരയ്ക്കാൻ പോലും ഭയമാണ്. ജെന്റിൽമാൻ, നായ്ക്കൾക്ക് നന്ദിയുണ്ട്, മനുഷ്യൻ പക്ഷെ അങ്ങനെയല്ല. കടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കടിച്ചിരിക്കും. പീർ അലി ഖാൻ തന്റെ പ്രവർത്തനങ്ങളിലൂടെ തനിക്കറിയാവുന്നവരെയും നാടിനോട് കൂറുള്ളവരെയും തന്റെ കടയിൽ വിളിച്ചു ചേർത്തു. എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നത് വലിയ അപകടമാവില്ലേ പീർ സാഹബ്? വെള്ളക്കാർ നിങ്ങളുടെ ഭൂമിയും തട്ടിയെടുത്തില്ലേ മൗലവി സാബ്? അസ്ലം ഭായിക്ക് നെൽവയലുകളായിരുന്നു. ഇപ്പോൾ വെള്ളക്കാർ അദ്ദേഹത്തെ നിർബന്ധിച്ച് കറുപ്പ് കൃഷി ചെയ്യിക്കുന്നു. വസ്ത്രങ്ങളുടെ വ്യാപാരം മുഴുവനായി കമ്പനി തങ്ങളുടെ കൈപ്പിടിയിലാക്കി കഴിഞ്ഞു. എല്ലാ വ്യാപാരത്തിലും അവരുടെ പിടി, എല്ലാത്തിലും അവരുടെ നികുതി. പീർ അലി ഖാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ പുതച്ചു മൂടിയിരുന്നയൊരാൾ എഴുന്നേറ്റു നിന്നു. പുതച്ചിരുന്ന പുതപ്പെടുത്തു മാറ്റിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മിക്ക ആളുകളും വല്ലാതെ പേടിച്ചു പോയി. ഞാൻ മൗലവി മെഹദി. ഇവനെന്താ ഇവിടെ? വെള്ളക്കാരുടെ വളർത്തുനായ ഇവിടെ എന്താ ചെയ്യുന്നത്? നിർത്തൂ, ആരും പേടിക്കാതിരിക്കൂ. ദാരൂഖ് നമ്മോടൊപ്പമാണ്. ഞാൻ കമ്പനി സർക്കാരിന്റെ ജോലിക്കാരനാണ്. എങ്കിലും ഞാനൊരു ഭാരതീയനല്ലേ. ഭാരതീയർക്ക് വെള്ളക്കാരുടെ അടുത്തുനിന്നും കിട്ടുന്നത് അപമാനം മാത്രമാണ്. രാവും പകലും അവരെ സേവിച്ചാലും അപമാനമല്ലാതെ ഇന്നുവരെ മര്യാദക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ല. സമ്പന്നൻ, ദരിദ്രൻ, ഹിന്ദു, മുസ്ലിം, കൃഷിക്കാരൻ, പണിക്കാരൻ, വെള്ളക്കാർ ഇവർ ആരെയും മനസ്സിലാക്കുന്നില്ല. അവർ രാജാക്കന്മാരുടെ രാജ്യം തട്ടിയെടുത്തു, ചക്രവർത്തിമാരുടെ അധികാരവും. നമ്മളാരും ഒന്നും ചെയ്തില്ല, നമ്മുടെ മതത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇനി മതിയാക്കാം. നമ്മളെല്ലാവരും ചേർന്ന് ഈ വെളുത്ത കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കാനുള്ള സമയമായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എന്റെ എഴുത്ത് വായിച്ചതാണല്ലോ. അവാദ്, കാൺപൂർ, ദില്ലി, എങ്ങും വിപ്ലവസന്നാഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്കായി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും മരിക്കാനും തയ്യാറാണ് പീർ സാബ്. പറയൂ, എപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്? എന്റെ കടയ്ക്ക് മുകളിൽ ഈ കൊടി പാറിക്കളിക്കുന്നത് കണ്ടാൽ സമയമായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം,
എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഇവിടെ ഒത്തുകൂടണം. ഇവിടെ എന്തിനാ? പീർ അലിഖാൻ അവരെ എല്ലാവരെയും ആ മുറിയിൽ വെച്ചിരുന്ന ഒരു പെട്ടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പീർ അലിഖാൻ ആ പെട്ടി തുറന്നതും അവിടെയുള്ളവരെല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. വെള്ളക്കാരുടെ തൂക്കുകൾ ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത് പീർ സാബ്? ഗോദ്വാലിൽ നിന്നും മൗലവി മെഹദി ഏർപ്പാട് ചെയ്തതാണ്. ഓരോന്നായി എടുത്തുകൊണ്ട് വന്നതാണ് അദ്ദേഹം, സ്വന്തം ജീവൻ പണയം വച്ച്. വില്യം ടൈലറും സ്മിത്തും തങ്ങളുടെ കിങ്കരന്മാരെ കൂട്ടിക്കൊണ്ട് രാത്രിയിൽ പീർ അലിഖാന്റെ കടയിൽ വെളിച്ചം കണ്ടപ്പോൾ അതെന്താണെന്ന് തിരക്കാൻ ആവശ്യപ്പെട്ടു. ചെക്ക് ചെയ്യ. ശരി സർ. വാതിൽ തുറക്ക്. സർ, നിങ്ങളോ? ഇംഗ്ലീഷ് ഇൻസ്പെക്ടർ മൗലവി മെഹന്തി കതക് തുറന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സർ, ഒരു കുഴപ്പമില്ല. സാർ, പ്രശ്നമുണ്ടാവുമെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത് സീപോർട്ട് കൺട്രോൾമെന്റിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ സിറ്റിയിൽ പ്രശ്നമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നൽ തെറ്റാണ് സ്മിത്ത്. പഞ്ചാബിൽ നിന്ന് പട്ന വരെ ഒരേ സമയത്ത് വിപ്ലവം. സിവിലിയൻ സപ്പോർട്ട് ചെയ്യാതെ ഇത് സംഭവിക്കില്ല. വി മസ്റ്റ് ടേക്ക് ആക്ഷൻ. ചോദ്യം ചെയ്യുന്നവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മരത്തിൽ തല കീഴായി കെട്ടിത്തൂക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വില്യം ടൈലർ അവിടെ നിന്നും പോയി. ഇന്ന് മൗലവി മെഹദി ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതെടുത്ത് പ്രയോഗിക്കാനുള്ള അവസരം നമുക്ക് ഉടനെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വില്യം ടൈലറിന്റെ സംശയം ശരിയായിരുന്നു. 1857 ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ വിപ്ലവത്തിന്റെ തീപ്പൊരി കൊളുത്തിവിട്ടു. ആ തീപ്പൊരി മീററ്റ്, ദില്ലി, മഥുര, ലക്നൌ, കാൺപൂർ എന്നിവിടങ്ങളിൽ കാട്ടുതീയായി പടർന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശിപ്പായികൾ തങ്ങളുടെ തന്നെ ഓഫീസർമാരെയും കണ്ടോൺമെന്റുകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പട്നയിലായിരുന്ന വില്യം ടൈലറിന് ഉറക്കം നഷ്ടപ്പെട്ടു. പട്നയിലെ എല്ലാ വീടുകളും കയറി പരിശോധിക്കണം. തോക്ക്, കഠാര തുടങ്ങി എന്ത് ആയുധം കിട്ടിയാലും പിടിച്ചെടുക്കണം. നഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്ത്. രാത്രി 9 മണിക്ക് ശേഷം ആര് പുറത്തിറങ്ങിയാലും അവരെ വെടിവെച്ചു കൊന്നേക്ക്. ശരി സാഹിബ്. സ്മിത്ത്, ധാനാപൂർ കന്റോൺമെന്റിലേക്ക് പോകാൻ ഉടനെ തയ്യാറാകൂ. അവിടുത്തെ ശിപ്പായികൾ നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മളാരും ബാക്കിയുണ്ടാവില്ല. ഞാൻ പട്നയെ മറ്റൊരു ദില്ലിയോ മീററ്റോ ആകാൻ അനുവദിക്കില്ല. യെസ് സാർ. ഒരു വശത്ത് വില്യം ടൈലർ തന്റെ സ്ട്രാറ്റജിയെ മുന്നോട്ട് നീക്കുമ്പോൾ മറുവശത്ത് പീർ അലിഖാൻ യുദ്ധം ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിടിക്കപ്പെട്ടാൽ വില്യം ടൈലർ നമ്മൾ ഉറപ്പായും തൂക്കിക്കൊല്ലും. മനുഷ്യന്റെ രൂപത്തിലുള്ള പിശാചാണവൻ. മരണത്തെ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ മൗലവി സാബ്? മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കണമെന്ന പ്രാർത്ഥനയേ ഉള്ളൂ. പീർ അലിഖാനും മൗലവി കരീമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരു വാർത്തയുമായി നന്ദു കയറി വന്നു. മൗലവി മേത്തി പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. വിപ്ലവത്തിനുള്ള സമയം ഇതാ തുടങ്ങിക്കഴിഞ്ഞു. പീർ അലിഖാൻ ഒരു എഴുത്തെഴുതി നന്ദുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ കത്ത് ധാനാപൂരിലെ പട്ടാളക്കാരെടുത്ത് എത്തിക്കുക, വേഗം. വിപ്ലവത്തിൽ പങ്കെടുക്കാൻ പട്ടാളക്കാർക്കുള്ള നിർദ്ദേശമാണോ കത്തിലുള്ളത്? അതെ സാഹിബ്, ഞാനിതാ വാക്ക് തരുന്നു. അവർ ആ കണ്ടോൺമെന്റ് തകർത്ത് പട്നയിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള വെള്ളക്കാരെയെല്ലാം ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് നമ്മളെല്ലാം അവർക്കൊപ്പം നിൽക്കും. എന്നാൽ എഴുത്തുകൂടാതെ വില്യം ടൈലറും സ്മിത്തും അവരുടെ സ്ട്രാറ്റജി പ്രകാരം ധാനാപൂർ കണ്ടോൺമെന്റിലേക്ക് പോയി. ശിപ്പായിമാർക്കുള്ള കത്തുകളെല്ലാം എവിടെ? ഗിവ് ദം ടു മീ. നോക്കി നിൽക്കുന്നത് എന്താണ്? എല്ലാം പൊട്ടിച്ച് വായിക്കൂ, വേഗം. പാട്നയിൽ നിന്നും വിപ്ലവത്തിനുള്ള നിർദ്ദേശം. പീർ അലി ഖാൻ. ഓഫീസർ, സംശയമുള്ള എല്ലാ ശിപ്പായിമാരെയും പിടിച്ച് അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കൂ. കണ്ടോൺമെന്റിനകത്തേക്കും പുറത്തേക്കും ഇനി ആരും വരാനും പോകാനും പാടില്ല. സ്മിത്ത്, വേഗം ഈ പീർ അലി ഖാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക. വില്യം ടൈലറുടെ ഈ ഓർഡർ നടപ്പാക്കുന്നതിന് മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തോട്ടക്കാരൻ അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് എങ്ങനെയോ പുറത്തു വന്നു. പീർ അലിയുടെ തോട്ടക്കാരൻ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചതും കടയുടെ മുകളിൽ തങ്ങളുടെ കൊടി ഉയർത്തി. ഇത് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു സിഗ്നൽ ആയിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ പീർ അലിഖാന്റെ കടയിൽ ആളുകൾ എത്തിത്തുടങ്ങി. ഉടനെ പീർ അലിഖാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച മൗലവി മെഹന്തിയുടെ തോക്കുകൾ എല്ലാവർക്കുമായി വിതരണം ചെയ്തു. അന്ന് രാത്രി പാട്നയുടെ എല്ലാ വീഥികളെയും അവർ നടുക്കി. ആ ജനക്കൂട്ടം ഓപിയം ഹൗസ് ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ ഡോക്ടർ ലൈലയെ നേരിട്ടു. നിങ്ങൾ അകത്ത് കയറാൻ പാടുള്ളതല്ല. ഇടം വലം നോക്കാതെ
പീർ അലി ഖാൻ ഡോക്ടർ ലൈലയെ വെടിവെച്ചു കൊന്നു. സമരക്കാരായ ദേശഭക്തർ OPM ഹൗസിന് തീയിട്ടു. പെട്ടെന്ന് ഇംഗ്ലീഷ് പടയാളികൾ സമരക്കാരെ പിന്നിൽ നിന്നും ആക്രമിച്ചു. അന്ന് രാത്രി പാട്നയുടെ തെരുവുകൾ യുദ്ധഭൂമിയായി മാറി. കുറേയേറെ ജീവനുകൾ നഷ്ടപ്പെട്ടു. അവസാനം ബ്രിട്ടീഷുകാർ പീർ അലിയെ തടവിലാക്കി. പീർ അലി ഖാന്റെ രഹസ്യ സംഘടനയിലെ കൂട്ടാളികളുടെ പേര് പറയാൻ വേണ്ടി വില്യം ടൈലർ അദ്ദേഹത്തെ 3 ദിവസങ്ങളോളം വല്ലാതെ ടോർച്ചർ ചെയ്തു. പക്ഷേ പീർ അലി ഖാൻ തന്റെ വാ തുറക്കാൻ തയ്യാറായില്ല. കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക പീർ അലി ഖാൻ. നിങ്ങളുടെ കൂട്ടാളികളുടെ പേരുകൾ പറയൂ. തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാം. നിനക്ക് വേണമെങ്കിൽ എന്നെയും എന്നെ പോലുള്ളവരെയും ഓരോ ദിവസവും തൂക്കുകയറിലേറ്റാം. പക്ഷെ എന്റെ ആശയങ്ങളെ നിനക്കൊരിക്കലും കൊല്ലാൻ സാധിക്കില്ല. കേട്ടോടാ വില്യം ടൈലർ. ഞാൻ മരിച്ചേക്കാം, പക്ഷെ എന്റെ ബലിദാനം കൊണ്ട് ലക്ഷക്കണക്കിന് വീരന്മാർ പിറവിയെടുക്കും. അവരൊരിക്കലും നിന്റെ ലക്ഷ്യം പൂർണ്ണമാക്കാൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ക്രൂരതകൾക്കെല്ലാം അവസാനമുണ്ടാകും. ഉറപ്പായും ഉണ്ടാകും. 1857 ജൂലൈ 7 അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. പീർ അലി ഖാൻ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിയായി. പീർ അലി സിന്ദാബാദ്! സിന്ദാബാദ് സിന്ദാബാദ്! അഭിമാനത്തോടെ പറയൂ. भारत है हम ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ട്രീഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.